ഹലോ ഗായ്സ്, ഇന്നത്തെ സർപ്രൈസ് ഡെസ്റ്റിനേഷൻ വാർമുണ്ടേ. ജർമ്മനിയിലൊരു സ്ഥലമാണ് വാർമുണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ആ ഒരു സ്ഥലത്തേക്കുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. നമ്മുടെ അങ്ങോട്ടൊന്ന് തുറക്കുന്ന അടിപൊളി ഒരു ബ്രിഡ്ജാണ്, നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജ്. ഒരു സൈഡിൽ കടൽ, മറ്റേ സൈഡിൽ കര. അതായത് കടൽ ഒരു ചെറിയൊരു നദി അവരുണ്ടാക്കിയാണ്. കടലിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് അകത്തേക്ക് ഒരു ചെറിയ നദി പോലെ ഉണ്ടാക്കി, എന്നിട്ട് തുറക്കാനും അടയ്ക്കാൻ വരുന്നൊരു പാലം കാണിച്ചു തരാം. ഇതാണ് സീകളിലാണ് കേട്ടോ. ഓക്കെ, ഇതാണത്. സൂപ്പറല്ലേ? അവിടെ ഷിപ്പ് കിടപ്പുണ്ട്, അവിടെ കടലാണ്. അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അത്. കുറേ ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. മീൻസ് അതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അതെല്ലാം കാണിച്ചു തരാം. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ആ കാണുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ ഹൗസ് ബോട്ടാണ്. ആ കാണുന്നത് ഹൗസ് ബോട്ടല്ല, റെസ്റ്റോറൻറ്റ്സ് ആണ്. ബോട്ടിലുള്ള റെസ്റ്റോറൻറ്റ്സ്. ആ സൈഡിലോട്ടും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനപ്പുറത്തോട്ട് പോയിട്ട് വരാം. സോ ഗൈസ്, ജർമ്മനിയിലെ രണ്ടാമതായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്ഥലമാണ് ഈ വാർമുണ്ടേ. അതിൻ്റെ ഒരു എന്താ പറയുക, കോറിലോട്ട് നമ്മൾ പോകാൻ പോകാം. അപ്പോൾ കൂടുതൽ നിങ്ങൾ എന്നെ ആയിരിക്കും അതിൽ കാണുന്ന സ്ഥലങ്ങളായിരിക്കും. കാര്യം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടത് നല്ല രസമാണ്. കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകളും തറയിൽ ഫുള്ള് ഫ്ലോർ, മീൻസ് കല്ലുകൾ പാകിയിട്ടുള്ള തറയും കാണിച്ചത്. എൻ്റെ കൂടെ വന്ന പുള്ളിയെ കാണാനില്ല, എങ്ങോട്ട് പോയി? ഓ മൈ ഗോഡ്, അവൻ അങ്ങോട്ട് നടന്നു പോയി. അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണമല്ലോ. എൻ്റെ കൂടെ ഉള്ളവൻ അങ്ങോട്ട് നടന്നേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് തിരിച്ച് ഞാൻ ആ മെയിൻ ഭാഗത്തോട്ട് പോകാം. നമുക്ക് ഇതിപ്പം എന്താ ഒരു ചെറിയൊരു കടൽ വെട്ടി നദി സൈഡിലോട്ട് ഒഴുക്കിയേക്കെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടവരം പാടും. രണ്ട് സൈഡിലും ഫുൾ റെസ്റ്റോറൻറ്റ്സാണ്, മൊത്തം റെസ്റ്റോറൻറ്റ്സ്. ഇതുപോലെ ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതെല്ലാം അതിനകത്ത് റെസ്റ്റോറൻ്റാണ്. ഇത് ആ ബോട്ട് റെസ്റ്റോറൻ്റാണ്, ഫുൾ റെസ്റ്റോറൻറ്റ്സാണ്. ഈ അപ്പുറത്തെ സൈഡ് മൊത്തം റെസ്റ്റോറൻറ്റ്സാണ്. പിന്നെ എന്താണെന്ന് തോന്നുന്നു, മിക്ക ഷോപ്പുകളും തുറന്നിട്ടില്ല അവർ. കുറച്ചുകൂടി സാധാരണ ഒന്നുകൂടി ഇരുട്ടപ്പെടുന്ന നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് നടന്നിട്ട് മെയിൻ സ്ഥലത്തോട്ട് പോകും കേട്ടോ. കാണുന്ന ഒരു ചെറിയ ബോട്ടാണ്. അവിടെ ഫുഡ് ലൈവായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കും. ഫിഷൊക്കെ തന്നെ, ഫിഷ് കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്ത് കൊടുക്കും. മൊത്തം ആ ബോട്ടുകളിൽ മൊത്തം കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സാണ്. പിന്നെ ഈ ഒരു സൈഡിൽ കുറേ കടകളുണ്ട് കൊച്ചു കൊച്ച്. അതിൻ്റെ മുകളിൽ തന്നെയാണ് വീടുകൾ അവർ താമസിക്കുന്നത്. ഈ എല്ലാ കടകളുടെ മുകളിൽ തന്നെയാണ് അവരുടെ വീടുകൾ. ചിലത് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും റെൻറ്റിന് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ സിൽവനിയേഴ്സാണ് കളക്ട് ചെയ്യാൻ പറ്റും. സീകളുടെ പ്രതിമകളുണ്ട്, കുറേ കുഞ്ഞ് സിൽവനിയേഴ്സ് ഉണ്ട്. പിന്നെ കുറേ കണ്ണാടി ടീഷർട്ടൊക്കെ ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ എന്തൊക്കെയോ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണെന്ന് തോന്നുന്നു. സീകൾ മെയിനാണ് കേട്ടോ. ഇവിടെ എല്ലാം സീകളുള്ള ഒരുപാട് എണ്ണത്തെ കാണാം. നല്ല തമ്മിലാണെന്ന് തോന്നണേ. കറക്റ്റ് ആ ജയന്റ് വീല് കാര്യങ്ങളെല്ലാം കിട്ടും. വാർമുണ്ടേ നല്ല സ്ഥലമല്ലേ. തിരിച്ചു പോകും കേട്ടോ. അവനെ കിട്ടി. അളിയ മാഗ്നറ്റ് മേടിക്കാം. ഓരോ സ്ഥലത്ത് ഓരോ മാഗ്നറ്റ്സ് അല്ലേ, അത് കളക്ട് ചെയ്യുന്ന ശീലമുണ്ട് ആശാൻ. അപ്പം എനിക്കുണ്ട്. കുറേ ആയപ്പോഴത്തേനും ഞാൻ പിന്നെ നിർത്തി. ഇവിടുന്ന് ഓൾറെഡി ഞാൻ മാഗ്നറ്റ് മേടിച്ചു. അപ്പോൾ അടുത്തടുത്തുനിന്ന് ഇവിടെ മീൻസ് പോകാത്തടുത്തുനിന്ന് വേറെ മാഗ്നറ്റ് മേടിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഹോബിയുള്ള ആൾക്കാരുണ്ട് മാഗ്നറ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കും ആ ഹോബിയുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ മാഗ്നറ്റ് മേടിച്ചിട്ട് നമ്മൾ ആ മെയിൻ സ്പോട്ട്, ഞാൻ പറഞ്ഞ സ്പോട്ടിലേക്ക് പോവുക. ഇതൊക്കെ ഷോപ്പുകളാട്ടോ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ. ഇതുണ്ടോ ഇവിടുത്തെയൊക്കെ ഓർണമെൻറ്റ്സ് മീൻസ് കണ്ടില്ല, ഇങ്ങനെയുള്ള കല്ലുകൾ വെച്ച സാധനങ്ങൾ, കുറേ കല്ലുള്ള വലിയ റിങ്ങുകൾ, ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഇത്രയും വലിപ്പമുള്ള റിങ്ങുകൾ, കുറേ കുഞ്ഞു പിള്ളേരുടെ രൂപങ്ങൾ, രസമാണ് കുറേ. ഓക്കെ, നമ്മൾ ആ മെയിൻ സ്പോട്ടിലോട്ട് നടക്കുകയാണ്. ഇതാണ് ആ സ്പോട്ട്. ഭയങ്കര രസമുണ്ട്. എനിക്ക് ഇതിലെങ്ങനെ സാച്ചുറേഷൻ എന്നറിയാൻ വയ്യ. ഇപ്പോൾ ചെറിയൊരു ഇളം വെയിലൊക്കെ അടിച്ചിട്ടേ നല്ല കളർ വന്ന് ഇപ്പോൾ ഉണ്ട്. ആ ഗോൾഡൻ കളർ ഇങ്ങനെ അടിക്കുകയാണ് ഇങ്ങോട്ട് വെയിൽ. ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നേരിട്ട് ക്യാമറയിൽ അത്രത്തോളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കളർ മാക്സിമം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്ന കണക്കെ കളർ മാക്സിമം ഞാൻ എന്താ റിയലായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കുള്ള എങ്ങനെയാണോ ഞാൻ ലൈവായിട്ട് കണ്ടത് അതുപോലെ തന്നെ കളർ ടോണിൽ എടുക്കാനായിട്ട്, എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. കൈ എന്തോ കടച്ചു തുടങ്ങി, കുലുങ്ങുന്നുണ്ട് ഭയങ്കരമായിട്ട് വിഷ്വൽസ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സാണ് ഇവിടുത്തെ.
നല്ല രസമുള്ള കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റ്സ് കണ്ടോ. ഭയങ്കര രസമുള്ളൊരു കുഞ്ഞു ടൗണാണ്, ചെറിയൊരു ടൗൺ. അങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റും, ഭയങ്കര രസമാണ്. നടക്കുന്നുണ്ട്, നമ്മൾ നടന്ന് കാണിക്കാം. ഇത് ചിലപ്പം എന്താ പറയുക, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാതെടുക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര രസമാണ്, ഇതിൽ എല്ലാം എൻജോയ് ചെയ്യാനുള്ളതാണ്. മീൻസ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ, ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ കാണുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കൊരു പോസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ നിന്നുണ്ട്. നമുക്ക് ആദ്യം ആ സെൻറ്ററിലോട്ട് പോയിട്ട് ഇങ്ങോട്ടൊക്കെ നടക്കാം. ഇങ്ങോട്ട് കുഞ്ഞു 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 വാക്കിംഗ് പാത്തുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ. അങ്ങോട്ട് നടക്കാം. രണ്ട് സൈഡ് വീടുകളാണ്, ചിലത് കടകൾ. ഓക്കെ, അതാണ് ഇതിൻ്റെ സെൻട്രലൊരു പള്ളിയാണ്. മെയിൻ അട്രാക്ഷൻ മീൻസ് സെൻട്രൽ എന്ന് പറയാം, ഒരു കുഞ്ഞു ടൗണിൻ്റെ സെൻട്രൽ എന്ന് പറയാം പള്ളി. പിന്നെ ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു ഷോപ്പുണ്ട്, ഒരു കുഞ്ഞു ഷോപ്പാണ്. കുഞ്ഞു ഷോപ്പല്ല, ഈ എന്താ പറയുക, ഈ ക്രിസ്മസ് സാധനങ്ങളെല്ലാം ഉള്ള. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ആൾക്കാരല്ലോ വേറെ സ്ഥലത്ത് പോകുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് പറ്റിയ. ഹലോ മൈ ഫ്രണ്ട്, ഗുഡ്, ഹൗ ആർ യു? ഗുഡ്, താങ്ക് യു. അപ്പോൾ ആ കളക്ട് ചെയ്യുന്നവർക്കുള്ളൊരു ഷോപ്പ് അവിടെ ഉണ്ട്, അതിലോട്ട് നമുക്ക് കയറാം. ഭയങ്കര രസമാണ് കേട്ടോ ഷോപ്പ്. അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. കാണിച്ചു തരാം, പറയാൻ അറിയത്തില്ല എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന്. അവിടാണ് സ്വീറ്റ് ഷോപ്പ്, ചോക്ലേറ്റ് ഷോപ്പുകളുണ്ട് ഇവിടെ. I think it's somewhere over there. You can find. ചോക്ലേറ്റ് ഭയങ്കര വിലക്കുറവാണ് ഇവിടെ. ജർമ്മനിയിൽ ഏറ്റവും നല്ല ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലം ഇവിടെയാണ്. ഭയങ്കര ചീപ്പായിട്ട് കിട്ടും, എല്ലാ ചോക്ലേറ്റുകളും കിട്ടും. നല്ല തിരക്ക് കുറവാണ് കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമായതുകൊണ്ട്, ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സൈഡ്, നമ്മൾ ആദ്യം അവിടെ നടന്നില്ലേ, ആ സൈഡ് റെസ്റ്റോറൻറ്റ്സിലായിരിക്കും ഒരു വിധമുള്ള എല്ലാ ആൾക്കാരും. എന്നിട്ട് അങ്ങോട്ട് വീടുകളാണ്, എല്ലാ വീടുകളിലെയും കാർ പാർക്കിംഗ് ഉണ്ട്. ഈ സൈഡിലാണ് കേട്ടോ, ഒരു നടുക്ക് പാർക്ക് ചെയ്യും. ആ വാക്കിംഗ് പാത്താണത്. അങ്ങോട്ട് നടക്കാം നമുക്ക് വേണമെങ്കിൽ, പറ്റുകയാണെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ. ഇവിടെയും കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റ്സൊക്കെയാണ്, കുറേ കടകളുണ്ട്, ബേക്കറി എന്തോ ആണ്. എന്താ സന്തോഷ് ജോർജ്, വീണ്ടും ഞാൻ ഈ സന്തോഷ് ജോർജുകളെ ഒരുപാട് മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വ്ളോഗ് മീൻസ് ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇൻസ്പയർ ചെയ്ത ആൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് സന്തോഷ് ജോർജുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. ഇത് ക്ലോസ്ഡ്, ഇവിടെ അത് അടച്ചേക്കാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അകത്തടി ഭയങ്കര രസമാണ്. അകത്തോട്ട് കുറേ ഐറ്റങ്ങളുണ്ട്. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നതല്ല. റിഫ്ലക്ഷൻ കണ്ട, ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഭയങ്കര ഭംഗിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്ലോസ്ഡ് ആയെന്ന് തോന്നുന്നു. അടച്ചേക്കോ, ജർമ്മനിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നും എനിക്ക് ഓപ്പൺ അല്ലായിരിക്കും, അത് ക്ലോസ്ഡാണ്. അല്ലെങ്കിൽ വൈകുന്നേരമായപ്പോൾ അടച്ചായിരിക്കും. ഇതെല്ലാ ഷോപ്പും ഒന്ന് ക്ലോസ്ഡാണ്. എന്താണെന്ന് തോന്നുന്നു, റെസ്റ്റോറൻറ്റ്സ് മാത്രമാണ് ഒരു ഓപ്പൺ ആയിട്ടുള്ളത്, ബാക്കിയല്ല. ഹലോ, ഇവിടെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയും കൊണ്ട് ഒരു സൈക്കിൾ ഇങ്ങനെ പോകുന്നത്. ഒരു ഹായ് നമുക്ക് ചിലരൊക്കെ ഭയങ്കര നൈസാണ്, നല്ല ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഞാൻ ബഹളം വെച്ചോണ്ടല്ലോ റോഡിൽ കൂടെ നടക്കുന്നത്, അതാണ് രണ്ടാമത്തെ റീസൺ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പം എന്താണ് ഈ പറഞ്ഞതുകൊണ്ട് നടക്കുന്നത് എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ ടൗണിൻ്റെ, കാണിച്ചു തരാം. ഇതാണ് ഈ ടൗണിൻ്റെ ബാക്ക് സൈഡ്. അവിടെ ഒരു പ്രതിമയും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ആ കാണുന്നതാണെന്ന് തോന്നുന്നു ചോക്ലേറ്റ് ഷോപ്പ്. അവിടെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വീണ്ടും റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ ഏരിയയിലെല്ലാം. ഇതെന്തോ ഒരു പള്ളിയോ മറ്റോ ആണ്. നല്ല രസമുള്ളൊരു പള്ളി, നല്ലൊരു അട്രാക്ഷനാണ്. ഒരു സിറ്റി സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ സെൻറ്ററിൽ വരാവുന്നതിൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാറുകളൊക്കെ അതിലേക്കൂടെ ഒരുപാട് ഭയങ്കര വണ്ടി ട്രാഫിക് ഒന്നുമുള്ള സ്ഥലമല്ല ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ താമസിക്കുന്നവരും അടുത്തുള്ളവരൊക്കെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വരുന്ന വണ്ടികൾ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. റോഡിൽ കൂടെ ഇറങ്ങാൻ നടക്കാം. അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല, എന്തുവാന്ന് തോന്നുന്നു. അതൊന്നും വാക്കിംഗ് പാത്ത് തന്നെയാണ്. ആ വീടുകളിലെ കടയിൽ കൂടെ നടക്കാൻ പറ്റും. ഇതാന്ന് തോന്നുന്നേ പള്ളിയുടെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ച അപ്പുറ സൈഡ് എൻ്റെ ഫ്രണ്ടെന്ന്. ഓ, നല്ല ഭംഗിയുള്ള സംഭവം ഞാൻ കാണിച്ചു തരാമേ, നോക്കിക്കോണേ. ഓക്കെ, അത് ഓക്കെ.
കാണാമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ക്യാമറ തിരിച്ച് ആദ്യം ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ട് കാണിച്ചു തരാം. നാണ്ട് നോക്കി, ഇതാണ് ഈ പള്ളിയുടെ ഫ്രണ്ട്. ആണോ, അത്യാവശ്യം നല്ല രസമുള്ളൊരു പള്ളിയാണ്. ഇനി ഇതിൻ്റെ ബാക്ക് കാണിച്ചു തരാം. ഓക്കെ, വാക്കിംഗ് പാത്ത്. അയ്യോ ഭയങ്കര സൂര്യൻ, പറ്റുമെങ്കിൽ അങ്ങോട്ട് നടന്ന് കാണിക്കാം. കണ്ടോ, എനിക്ക് പേരറിയാത്ത ഭയങ്കര രസമുള്ള എന്തോ കുറേ മരങ്ങൾ, ആർട്ടിഫിഷ്യലാണെന്ന് ഒറിജിനലാണെന്ന് അറിയത്തില്ല, അത് വെച്ച് രണ്ട് സൈഡിലും വെച്ചേക്കാണ്. അതിൻ്റെ നടുക്കൂടെ റോഡ്. നല്ല സൺ അവിടെയാണ്, ആ സൈഡിലാണ് സൂര്യ, അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. വീണ്ടും കുറേ സ്ഥലങ്ങൾ. ക്ഷീണിച്ചടേ കുറേ നടന്ന്, അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. കയ്യും കഴിക്കുന്നുണ്ട് നല്ലതായിട്ട്. ഒക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ് കുറേ. മെയിൻ അട്രാക്ഷൻ ഫുഡ് തന്നെയാണ് കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്. ആ കാണുന്നൊരു ചോക്ലേറ്റ് ഷോപ്പാണ്, അവിടെ ഭയങ്കര ചീപ്പായിട്ട് ചോക്ലേറ്റ്സ് കിട്ടും. കണ്ടോ, എൻ്റെ ഷൂവും കൊണ്ട് പുള്ളി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. ഇവിടെയൊക്കെ അത് പണിയല്ല, മീൻസ് എന്താ പറയുക, പുതുക്കിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ. ഹായ്, സേ ഹായ്. ഇറ്റ്സ് നോട്ട് പിക്ചർ, ജസ്റ്റ് എ വീഡിയോ വ്ലോഗ്. സേ ഹായ്. ഷീ ഈസ് ദ ബെസ്റ്റ് ഡാൻസർ എവർ. Give a pose. He's taking a video. It's for my vlog. ഇത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട്, ഭയങ്കര വ്യൂ. ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കണം. ഒരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഭയങ്കര രസമുണ്ട്. ഒരു നടക്കോട്ട് സൈക്കിളിലൊക്കെ ചെറുക്കന്മാർ പയ്യന്മാർ പറന്നു വരുന്നു, എന്നെ ഇടിച്ചിട്ടായിരുന്നാൽ പോലും. സൺ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, അതാണ് ഒരു ഇത് കിട്ടാത്തത്. കാണേ, റെസ്റ്റോറൻറ്റ്സാണ് രണ്ട് സൈഡിൽ. ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം, ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. ഇതിങ്ങനെ രണ്ട് സൈഡിലും വെച്ചേക്കുക, ഭയങ്കര ഭംഗിയുണ്ട്. ഒറിജിനലാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആന്ന് തോന്നുന്നു. ഇവിടെ ഒറിജിനൽ മരം, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. മണ്ടയില്ല, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മണ്ട. വെട്ടിക്കളഞ്ഞാണോ അതോ പോയതാണോ? ഓക്കെ, എല്ലാത്തിനും അങ്ങനെ. അത് നോക്കി വെക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓഫ് ആക്കിയത്. വെറുതെ കഴിച്ചോണ്ടിരിക്കുമല്ലോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാമറ പിടിച്ച് നടക്കണമല്ലോ. നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വഴി. ഇതിൻ്റെ എൻഡിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്ക് എൻഡ് വരെ നടന്നിട്ട് എന്തായാലും കാണിച്ചു തരും. ഓക്കെ, നല്ല വ്യൂ അല്ലേ? പക്ഷെ അങ്ങോട്ട് സൂര്യൻ നിൽക്കുന്നതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. ഭയങ്കര ഫെയ്ഡായിട്ട് ഇരിക്കുകയാണ്. വെട്ടം ആ സൈഡിൽ നിന്ന് അടിക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. എത്രത്തോളം വൈഡാണെന്ന് അറിയാൻ വയ്യ. ഭയങ്കര രസമുള്ള വഴിയാണ് കേട്ടോ, വളരെ പീസ്ഫുള്ളായിട്ട് നടക്കാൻ പറ്റിയൊരു വഴി. ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പോർട്ടാണിത്, ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ വഴി ഇവിടെ നിന്ന് മൂന്നായിട്ട് തിരിയും. ഒന്ന് ഈ സൈഡിൽ നിന്ന്, ഒന്ന് ആ സൈഡിലോട്ട്, ഒന്ന് ഈ സൈഡിലോട്ട്. അപ്പം കൂടുതൽ പച്ചപ്പ് കാണുന്നത് ആ സൈഡിലോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ സൈഡിലോട്ട് നടക്കാം. നല്ല പച്ചപ്പുണ്ട് അവിടെ. കെട്ടി കിടന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ഇവരെല്ലാം കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് റാംപോയും പപ്പിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. ഇവിടെ എല്ലാം വീടുകളാണ്, ബാക്കിലോട്ടുള്ള സ്ഥലങ്ങൾ. അതായത് ഷോപ്പുകളൊക്കെ ഒഴിഞ്ഞ് തൊട്ട് ബാക്കിലോട്ട് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ, വീടുകൾ. മുകളിലൊക്കെ ഒരുപാട് ഗാർഡൻ, പൂച്ചെടിയല്ല, പൂക്കൾ. നല്ല രസമുള്ളൊരു സ്ഥലം. അവിടെ എന്തോ ആ ഒരു കാടും പാർക്കും കണ്ടാണ് ഞാൻ അങ്ങോട്ട് നടക്കുന്നത്. ഒരു പാർക്കാണെന്ന് തോന്നുന്നു, വാക്കിംഗ് പാർക്കായിരിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടോ, ആ തറയിൽ അത് പാവിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കാനും കാണാനും ഭയങ്കര രസമാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ. അയ്യോ, കൈ നല്ലതായിട്ട് അടയ്ക്കുന്നുണ്ട്. വേറൊന്നുകൂടി പറയാം, വേർമുണ്ടേ. സ്പെല്ലിങ് ഞാൻ നോക്കിയാൽ മതി. അത് ഞാൻ കറക്റ്റായിട്ടാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ജർമ്മൻ ലാംഗ്വേജിൽ അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിക്കായിരിക്കും പറഞ്ഞത്. വേർമുണ്ടേ അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ ആ സ്പെല്ലിങ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്തുവാണെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. സ്ഥലത്തിനൊന്നും ഇന്ന തന്നെ പറയണമെന്നൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ ഇവിടെ താമസിക്കുന്നവരുടെ കാറുകളാണ്, ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇതൊരു പാർക്കാണ്, ഞാൻ പറഞ്ഞില്ലേ, നിറച്ച് മരങ്ങളും ഫുള്ള് പച്ചപ്പുള്ള കാടല്ല പാർക്ക്. ഭയങ്കര രസമുണ്ടേ. ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ കറക്റ്റ് ആ പച്ചപ്പിൻ്റെ കളർ ടോൺ അങ്ങോട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട്. അയ്യ, ഓക്കെ, ഉള്ളോട്ട് 2 റൗണ്ട് ഓടിയാലോ, പക്ഷെ പറയാൻ പറ്റത്തില്ല.
പട്ടികളെ കൊണ്ട് അപ്പിടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് സേഫ് അല്ല അത്രയ്ക്ക്. പക്ഷെ ഇവിടെയൊക്കെ അപ്പിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കോരിക്കൊണ്ട് പോകും കേട്ടോ. ചില സ്ഥലങ്ങളിൽ, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവിടെ ഫൈനാണ് പട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ. അത് നോക്കി ഭയങ്കര രസമുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വരുന്നുണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ പറഞ്ഞോ, പട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ ഇവിടെ പലയിടത്തും ഫൈൻ. അതുകൊണ്ട് ആൾക്കാർ കവറും കൊണ്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അവരെന്തോ ചെയ്യും, ഈ അപ്പിടുമ്പോഴത്തേനും കവർ കുറിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഇത് ഡിസ്പോസ് ചെയ്യും പ്രോപ്പറായിട്ട്. നോക്കൂ, നല്ലൊരു വർക്കല്ലേ ജയ്. ഫൈൻ. നമുക്ക് ചുറ്റി നടക്കാൻ വയ്യടേ, മടി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ പാർക്കിൻ്റെ അരികിൽ കൂടെ നടന്നങ്ങ് പോകാൻ ക്രോസ് ചെയ്ത്. ഭയങ്കര ഒരു പാർക്കാണ്. അവിടെ എന്തോ ഒരു ചെറിയ ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണോ ഫുട്ബോൾ കോർട്ട്, രണ്ടും ഉണ്ട്. ബാസ്ക്കറ്റ് ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുട്ബോളും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മരന്തോ കളിക്കുന്നത് ബാഡ്മിൻ്റനാണ്. ഒരു ബാഡ്മിൻ്റൺ കോർട്ട് കാണാം അവിടെ. മരന്തോ കളിക്കുന്നവന്മാർ ഹാൻഡ് ബോളാണ്. ചുമ്മാ മറ്റേ പിള്ളേർ കളിക്കുന്ന കണക്ക് ബാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് എറിഞ്ഞ് കളിക്കുന്നു. അത് ഞാൻ വെച്ചാൽ ഹാൻഡ് ബോളാണ്. എന്തൊക്കെയോ അവിടെ കളിക്കുന്നൊരു കോർട്ടറേ. ഒരു ഫുട്ബോൾ പോസ്റ്റ് ഉണ്ട് അതിനകത്ത്, ചെറിയൊരു ഫുട്ബോൾ കോർട്ടാണത്. വലിയ വലിയ മരങ്ങളാണ്. ഫുട്ബോൾ കളിക്കും കേട്ടോ. നല്ലൊരു കോർട്ടാണ്. ബാസ്ക്കറ്റ് ബോൾ, ഫുട്ബോൾ എല്ലാം കളിക്കാൻ പറ്റുന്നൊരു കോർട്ട്. അമ്മ കളിച്ചോണ്ടിരിക്കുന്നു. മറ്റൊന്ന് കളിക്കട്ടെ. ചിലതൊക്കെ കുറേ കിളിപോയ പിള്ളേരാണ്. കാരണം ഇവിടെയൊക്കെ ഇവിടെ സൗത്ത് ആൻഡണിൽ അന്ന് നിന്നപ്പോഴത്തേനും നടന്ന് അതുവഴി ഞാനും അവനോട് നടന്നു പോവുക. അപ്പോൾ ഒരുത്തൻ വൻ കോമഡിയാണ് അവിടെ. വാലക്കണം മെയിൻ സ്ട്രീറ്റിൽ അവൻ എന്തൊക്കെയോ കാണിക്കുക. അവൻ ഓടി വരുന്നു. നമ്മൾ സാറ്റ് കളിക്കത്തില്ലേ, അതുപോലെ അവിടെ പോസ്റ്റ് ബോക്സ് ഒക്കെ ഇരിക്കുന്നതിനെ മുകളിൽ തൊട്ടേ സാറ്റ് 2 അടി. എന്നിട്ട് വെറുതെ ഇങ്ങനെ നടന്നു തൊട്ട് ഓടിപ്പോയവൻ അപ്പുറത്തെ കടയുടെ ക്ലാസ് 2 അടി. കിളിപോയന്മാർ അങ്ങനെ കുറേ ടീമുകളൊക്കെ കൊണ്ട് അവിടെ ഉണ്ട്. ഭയങ്കര രസമാണ്. രസമാണ്, വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ കോമഡിയാണ് അവന്മാർ കാണിക്കുന്നത്, ചില ചേട്ടികൾ കാണാൻ വേണ്ടിയിട്ട്. പാർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു, പാർക്കിലോട്ട് വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ വ്യൂ നല്ല രസമുണ്ട്. കുറച്ച് ഫോട്ടോ എടുത്താൽ കൊള്ളായിരുന്നു. ഇതൊക്കെ ഷോപ്പുകളൊക്കെ അടച്ചേക്കാടെ. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ആ സൈഡിൽ റോഡിൻ്റെ ആയിരിക്കും. വീണ്ടും സെൻട്രൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് പാർക്കിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പാർക്ക്, അവിടെ നിന്ന് വെളിയിലിറങ്ങി നമ്മൾ സെൻട്രലിലോട്ട് നടക്കുകയാണ്. പിന്നെയും ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ലാസ്റ്റ് വരുമ്പോഴത്തേനും ഭയങ്കര തിരക്ക്. ഇത്ര തിരക്കൊന്നും അല്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണ്. അത് മാത്രമല്ല, ഇന്ന് ഭാഗ്യത്തിന് മഴയില്ല, നല്ല വെയിലുണ്ട്. അതും കൊണ്ട് എന്താ പറയുക, ഒരു എല്ലാ റെസ്റ്റോറൻറ്റിലും അപ്പുറ സൈഡിൽ അവിടെ ഭയങ്കര ഫുള്ളി പാക്കുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോഴത്തേനും പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോവാം. പക്ഷെ അന്ന് വന്നപ്പോഴത്തേനും മഴയൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. അന്ന് വേറെ എൻ്റെ കളർ ടോൺ വേറെ ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. കുറച്ച് ഡാർക്കായിട്ട് എന്താ പറയുക, ചെറിയ മഴ, ഭയങ്കര രസമായിരുന്നു. അത് തണുപ്പുണ്ടായിരുന്നു നല്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം വലിയ തണുപ്പൊന്നുമില്ല, ചൂടാണ്. പിന്നെന്താ, ഇവിടെ അധികം ആൾക്കാരില്ല. എല്ലാവരും എന്താ പറയുക, മഴയാണെങ്കിൽ എല്ലാവരും അവിടെ പുറത്തായിരിക്കും, ബാറിലോ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ മഴയല്ല, വെയിലാണെങ്കിൽ അപ്പോൾ ആ സൈഡിലാണ് എല്ലാവരും, അപ്പുറത്തെ സൈഡിൽ. ഇങ്ങോട്ട് അധികം ആണ് കുറവാണ്. അതുകൊണ്ട് ഒരു നല്ല ഷോപ്പുകളും ക്ലോസ് ചെയ്തു. രാത്രി ആയതുകൊണ്ടാണോ, ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പോൾ അതിലും വലിയ കോമഡി. 7 മണിയായി. 7 മണിയായി, നല്ല വെട്ടം വന്നു. ഇന്ന് മിക്കവാറും നേരെ ഇട്ട ഒരു 9 മണി 10 മണിയൊക്കെ ആകുമായിരിക്കും. അങ്ങോട്ടും വീടുകളാണ്, നല്ല രസമാണ്. അങ്ങോട്ട് നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അധികമൊന്നും ഇല്ലടേ. ഇത് തന്നെ നിങ്ങൾക്കും ബോറിംഗ് ആവും ചിലപ്പോൾ. അതുകൊണ്ട് വേണ്ട നമുക്ക്. അയ്യോ, വൈഡല്ലായിരുന്നു, കുറച്ച് സൂമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും ഇത്രയും മോഹം കണ്ടത്. പറ്റിക്കുട്ടിയുണ്ട്, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഏത് ബ്രീഡാണെന്ന് എനിക്കറിയാൻ കേട്ടോ. കുറച്ച് ജർമ്മൻ വെപ്പൺസ് കാണിച്ചു തരാം. കത്തിക്കടലിലേക്കാണ്, കത്തിയുള്ള ഷോപ്പ് കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, പല ടൈപ്പ് കത്തികളുണ്ട്. ഓക്കെ, ഫോക്കസ്. മറ്റേ കറക്കുന്ന സാധനമൊക്കെ ആ സാധനം, അത് കയ്യിലിട്ട് കറക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ഫോക്കസ്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടെമ്മു കത്തികൾ നോക്കി, കുറേ ഐറ്റങ്ങളുണ്ട്. പിന്നെ ചെറിയ ചെറിയ പേനാക്കത്തികൾ, പേനാക്കത്തികൾ, വളഞ്ഞിരിക്കുന്ന കത്തി, മടക്കി വയ്ക്കുന്ന കത്തി, അടിയിൽ ചൂലുള്ള കത്തി, ചൂല തൂക്കാൻ പറ്റും, തൂത്തുകളയുള്ള കത്തി, കട്ടിയിട്ട് തൂത്ത് പൊടികളെ മറ്റേ കട്ട് ചെയ്യുന്ന സാധനം, കുറേ ഐറ്റങ്ങളുണ്ട്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള കത്തികൾ, പടമൊക്കെ ഉള്ളത്, തേളിൻ്റെ പടം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, മിലിറ്ററി ഗ്രേഡ് സാധനങ്ങൾ.
കുറച്ചുകൂടി മേലോട്ട് പോയാൽ വലിയ വെട്ട് കത്തി, ഏറ്റവും മുകളിൽ ഒരു സാമ്പ്രായുടെ വാള്, അത് കിടിലായിട്ടാണ് കേട്ടോ. തുറന്നു വെച്ചിട്ടില്ല, അവർ അടച്ചു വെച്ചേക്കുക. അതുപോലെ കുറേ കത്തി ഷോപ്പാണ്, കത്തിക്കടയാണ് ഇവിടുത്തെ, പിച്ചാത്തിക്കട. ലൈഫ് ഷോ എൻ്റെ കൂടെ വന്നവനാണ് പോയത്. ഇവിടെ അടുത്തുണ്ട്, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്ത കത്തിയാന്ന് തോന്നുന്നു. ഫുള്ള് കത്തിയും പ്ലെയറും സ്പൂണും ഇതേ അടുത്തത്. അതാണ്ട് മറ്റേ സ്വിസ്സിൻ്റെയൊക്കെ നമ്മൾ മെയ്ഡ് ചെയ്ത സാധനമില്ല, ഇതിന് വരുന്നത് വിക്ടോറിനോക്സ്, ഏതാ ബ്രാൻഡാണ്. ഈ സിമ്പിൾ കണ്ടിട്ടില്ല ഇവിടെ, നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്ലസ് സിമ്പിൾ കണ്ടില്ലേ, ആ പ്ലസ് സിമ്പിൾ അതിൻ്റെയാണ്. അവരുടെ കുറേ ടൈപ്പ് കത്തികൾ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. കുറേ ഉണ്ട്, കുറേ മറ്റേ പല പല ടൂളുകൾ ഉള്ള സാധനം, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ് ഇരിക്കുന്നത്. അതൊക്കെ ഷോപ്പ് ക്ലോസ് ആയി കേട്ടോ അതെല്ലാം. അയ്യോ കുഴഞ്ഞടേ, ഉപ്പാട് വന്നു, നല്ല രീതിയിൽ കുഴഞ്ഞ്. കാര്യം കുറേ നടന്നു, ഒരുപാട് നടന്നു. മാക്സിമം സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു മനുഷ്യൻ ഉപ്പാട് പോകും. ഇപ്പോൾ നാണ്ട സൂര്യൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല രസമായിരിക്കും കാണാനായിട്ട്. അങ്ങറ്റത്തെ ജാൻവീൽ കാണാം. ആ പാലം ഭയങ്കര രസമാണ്. ഇന്ന് ഭയങ്കര സണ്ണി ഡേ ആണ്. സാധാരണ മഴയുള്ള സമയത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. വേറെ കാര്യം കാണിച്ചാൽ ഇവിടെ മറ്റേ ഇല്ല സംഭവം, ഇല്ല പരിപാടിയുണ്ട്. മറ്റേ പേരൊക്കെ എഴുതിയിട്ട് ലോക്ക് മേടിച്ചിട്ട് പൂട്ടിയിടുമല്ലോ, കാണിച്ചു തരാം. കണ്ടില്ലേ ഈ പരിപാടി? കാമുകന്മാരൊക്കെ പേരെഴുതിയിട്ട് ലോക്ക് കെട്ടിയിടും. അങ്ങനെ ഉണ്ട്, അങ്ങേയറ്റം വരെ ഒരു ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ബാക്കിലൊരു പാർക്കാണ്, നല്ല രസമുള്ളൊരു പാർക്ക്, ചെറിയൊരു പാർക്കാണ്, അത്ര വലുതൊന്നുമല്ല. സോ ഇതാണ് ബോമുണ്ടേ. സോ എഴുതിയുടെ ആരില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ലേ. ആർക്കെങ്കിലുമൊക്കെ പ്രണയ സാഫല്യത്തിന് മീൻസ് കമുകന്മാർക്കൊക്കെ ഒരിക്കലും പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്. അവിടെ വരെ ഫില്ലാണ്, ഇങ്ങോട്ടൊക്കെ സ്പേസ് ഉണ്ട്, കുറേ കണ്ണികളൊക്കെ ഫ്രീയാണ്. ആർക്കെങ്കിലൊക്കെ വരണമെങ്കിൽ വരിക, ലോക്ക് മേടിക്കുക, പേരെഴുതുക, പേര് കണ്ട പ്രിൻ്റ് ചെയ്ത് കിട്ടും. സാൻഡ്ര ആൻഡ് സ്റ്റീവ് 2017 വെച്ചതാണ് ഇട്ടത്. അതുപോലെ പേരെഴുതിയിട്ട് ഡേറ്റ് എഴുതി നമുക്ക് ഇതിനകത്ത് തൂക്കിയിടാൻ പറ്റും. അപ്പോൾ വന്നിട്ട് വിടറേ ആരെങ്കിലും ഉണ്ടെങ്കിൽ. സ്ഥലത്തിന് വരുന്നത് വേമോണ്ട് നല്ല സ്ഥലമാണ്, അറിയില്ലല്ലേ. ഓക്കെ, ഞാനിങ്ങനെ എടുക്കുന്ന വേറൊന്നും വേണ്ടിയല്ല, എനിക്ക് തമ്മിലിൽ നല്ലൊരു ഫോട്ടോ വേണം. അപ്പോൾ എടുത്തു തരാൻ വേറില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. മീൻസ് ഏതാ കിട്ടുകയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു പോയിന്റ് നല്ലെണ്ണം കിട്ടും, അപ്പോഴത്തേനും അതെടുത്ത് തമ്മിലാക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കേ, പാലം പൊക്കാൻ പറ്റുന്നത് കേട്ടോ, ക്രോസിൽ പൊങ്ങും ഇത്. എന്നിട്ട് ഇതിനെല്ലാം അപ്പുറത്തോടും ക്രോസ് ചെയ്യാൻ പറ്റും. ഒരു പട്ടിക്കുട്ടി മറ്റേ ബാഗിനകത്ത് വെച്ചിട്ട് വിളിച്ചടിയവൻ അതിനെ തിരിച്ചരി പിടിച്ചിടുക. ഇതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ബാക്കിലോട്ട് ചെറിയൊരു പാർക്കാണ്. ഒരു കാളക്കുട്ടനൊക്കെ ഇരിപ്പുണ്ട് അവിടെ. നോക്കെ രസമാണ്. ഇവിടെ എന്താണ് കോഫി ഷോപ്പ്, അതൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. അത് നമ്മുടെ ജൈൻ വീല്. പണ്ട് ഇവിടെ ഒരു കുഞ്ഞു ജൈൻ വീലായിരുന്നു, ഇത്ര വലുതല്ലായിരുന്നു. ഇതിപ്പോൾ ഒരു പുതുതായിട്ട് പണിഞ്ഞ ജൈൻ വീലാണ്. അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നുണ്ട്, കാണിച്ചു തരാം. പണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. ഇത്ര സെറ്റപ്പുള്ള സാധനമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ട് ഹൈ ടെക്നോളജി സാധനമാണ്. താഴെ വീഴത്തൊന്നുമില്ല. മറ്റേതൊരു കപ്പ് മാത്രമായിരുന്നു. ആ കപ്പിനകത്ത് ഗ്ലാസ് ഒന്നുമില്ലായിരുന്നു, എപ്പോഴും താഴെ വീഴായിരുന്നു. ഇവിടെ അത് കണ്ടോ, അത് ഫുള്ള് ക്യാരവാൻസാണ്. ഒരുപാട് ക്യാരവാനുകളുണ്ട്. കാര്യം ഇവിടെ ആൾക്കാർ ക്യാരവാനിൽ ക്യാമ്പിങ്ങിന് വരും. അവർ ബീച്ചിലും അപ്പുറ സൈഡുകളിലൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ മുട്ടൻ ജാൻവീൽ കാണാറുണ്ട്. ഭയങ്കര നല്ല വലുപ്പമുള്ള സാധനം. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു, ചെറുത് പറഞ്ഞായിരുന്നു. ആ ബക്കറ്റൊക്കെ ഇല്ലയോ, ആ കപ്പൊക്കെ ഊരി അതിലേക്ക് എടുത്ത് ചാടാൻ പറ്റുമായിരുന്നു നമുക്ക്. ആ രീതിക്കുള്ളതായിരുന്നു. ഇപ്പോൾ വൻ സെറ്റപ്പാണ് കേട്ടോ. ഫുള്ള് ഗ്ലാസ്, എയർ കണ്ടീഷനൊക്കെ ചെയ്തിട്ട് വൻ സെറ്റപ്പ്. ഓ, നല്ല വലുപ്പം പൊക്കവും കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ പൊക്കം സെയിമാണ്. നേരത്തെ ചെറിയൊരു ഹൈറ്റിലായിരുന്നു നിന്നത്. എന്നിട്ട് ഇത്ര കപ്പുകളൊന്നുമില്ല, അത് വളരെ കുറച്ച് കപ്പ്. ഇതിപ്പോൾ ഒരുപാട് കപ്പുണ്ട് അതിനകത്ത്, മീൻസ് ബക്കറ്റുകൾ ഒരുപാടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് എന്താ പറയുക, പിള്ളേർക്ക് വേണ്ടിയുള്ള ഈ ഒരു ജാൻവീലുണ്ട്. അതിൻ്റെ കാണാൻ ജാൻവീല്. പിന്നെ ചെറിയൊരു പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്ക്, കുറേ ക്യാൻഡി ഷോപ്പ്. അവിടെ ഒരുപാട് ക്യാൻഡീസ് ഉണ്ട്, മുട്ടകൾ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ക്യാൻഡീസ് ഉണ്ട്.
കുറേ ചോക്ലേറ്റ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സാധനം സ്ലഷ് അടിപൊളിയാണ്. സ്ലഷ് കാണാൻ മേടിക്കായിരുന്നു. പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. മറ്റേ ഭയങ്കര സ്പീഡിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫുഡ് ഐറ്റംസ് കാര്യങ്ങളുള്ളത് ഒരു സ്പേസ് ഇത്രയൊക്കെ ഉള്ളത് ഇവിടെ. ഇതൊരു നല്ലൊരു ഭയങ്കര രസമുള്ള റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് ബിയർ പാർലർ എല്ലാം ഉണ്ട് അതിനകത്ത്. ആൽക്കഹോള് എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല വ്യൂ ആണ് ആ ജയൻറ്റ് വീല്. കഴിഞ്ഞ തവണ ഇവിടെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഉണ്ട്, കളർ ലൈറ്റുകളൊക്കെ. ചിലപ്പോൾ കുറച്ചുകൂടി ഇരുട്ടുമ്പോഴത്തേനും ഇടുമായിരിക്കും. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ ബീച്ച് തന്നെയാണ്. ബീച്ചല്ല, കടൽ. ബീച്ചായിട്ടില്ല, കടലായിട്ടാണ്. മീൻസ് എന്താ പറയുക, ബീച്ചില്ലറേ, നേരെ താഴെ വെള്ളത്തിൽ പോകും. ഇങ്ങോട്ട് കാണാം. ആ അപ്പുറ സൈഡിലാണ്ട് ബീച്ചുണ്ട്. പക്ഷേ അങ്ങോട്ട് നമ്മൾ പോയില്ല. സീകളുണ്ടോ അവന്മാർ ഭയങ്കര കോമഡിയാണ്. അവന്മാർ നമ്മുടെ കയ്യിലൊക്കെ സാധനമൊക്കെ പറക്കൊണ്ട് പോകും. പേടിയൊന്നുമില്ല. നമ്മളവിടെ എന്താ പറയുക, നമ്മുടെ ചെല്ലി എന്തോ കാക്കിയൊന്നും അങ്ങനെ കയ്യിൽ നിന്നൊന്നും പിടിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ. അമ്മമാർ കയ്യിൽ നിന്നൊക്കെ വല്ലതും നിന്നുകൊണ്ടിരിക്കുകയെന്നേ പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഇവിടെ ഒരുവിധമുള്ള മിക്ക യൂറോപ്യൻ കോസ്റ്റൽ ഏരിയയിൽ അടുത്ത് കോസ്റ്റലിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ശല്യമാണ്. മെയിൻ ശല്യക്കാരന്മാരാണ് സീകൾ. അതുകൊണ്ടാണ് ഈ ചില വീഡിയോസിലൊക്കെ നമുക്ക് കാണാം അവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ സൈഡുകളിലൊക്കെ കൂർത്ത രീതിയിൽ കമ്പികളിങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇത് ഈ സീകളിലൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വയ്ക്കുന്ന പരിപാടിയന്മാർ. അപ്പോൾ ഗൈസ്, ഇതാണ് വേർഡ് മുണ്ടേ. അപ്പം അത്ര വലിയൊരു സ്ഥലമൊന്നുമല്ല. ഒരു കുഞ്ഞ് വളരെ ഭംഗിയുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, വൈകിട്ടൊക്കെ ഒരു ഡിന്നറിനൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് You want to say something? Ja, was willst du? Sorry? Ja, was willst du? Willst du hier was aufnehmen? It's a vlog. I'm just vlogging. Ja, geh in dein Land zurück. Okay. Geh Hi. in dein Land. I already done the landscape also. പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിൽ ഫോക്കസ് ചെയ്യും, എന്തിനാണ് എൻ്റെ മുഖം എടുക്കുന്നത്. പുള്ളി പറഞ്ഞത് കാര്യമാണ്. പോയിൻ്റ് ആയിട്ടുള്ള അടിച്ച് പരിവായിട്ടിരിക്കും. പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞതൊരു കാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ മുകളിൽ കുറച്ച് ഇരിക്കട്ടെ. എന്നിട്ട് ലാൻഡ്സ്കേപ്പ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇതൊരു ഫെറിയാണ് കേട്ടോ. ഒരു ഫെറി കൊണ്ടുപോകുന്നുണ്ടോ, കാറാ കൊണ്ടുപോകുന്നു അപ്പുറത്ത് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പുതിയ സ്ഥലം, സർപ്രൈസ് സ്ഥലമായിട്ട് നമ്മൾ വരും. ആ വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. ഗൈസ്, വീഡിയോ തീർന്നില്ല, ഞാൻ പെട്ടുപോയി.